വേറെ നല്ല അടിപൊളി പ്രതിമകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് വന്ന ഭായിമാരാണ് അത്. അവരവിടെ വീടൊക്കെ എടുത്ത് ഇവിടെ തന്നെയാണ് നിർമ്മാണ യൂണിറ്റ്. നമ്മുടെ ചേർത്തലയ്ക്ക് പോകുന്ന വഴിയാണ്, മനസ്സിലായോ? തിരുവിഴ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ പുറകെ ഇരിക്കുന്നത് സാക്ഷാൽ ഗണപതി ഭഗവാനാണ്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇതൊക്കെ കൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അതെ, ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. നിങ്ങൾ ഈ വഴി വരുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അല്ല, അപ്പോൾ നമുക്ക് ഇനി പ്രതിമകളുടെ ആ ഭംഗിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, രാജസ്ഥാൻ. ആ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് വന്ന ദിനേശ്. അപ്പോൾ നമുക്ക് हिंदी थोड़ा थोड़ा मालूम है, मलयालम में बोल करे। आपको किसी को मूर्ति लेनी है तो हमारे यहाँ शॉप पर आ जाए। ओके ओके, ठीक है भाई। ഓക്കെ 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 ബായ്. നമ്മുടെ ബായി പോയി സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് വന്നവരാണ്. അവരിവിടെ വീടെടുത്ത് താമസിക്കുകയാണ്. നമ്മുടെ ചേർത്തലയ്ക്ക് പോകുന്ന വഴിയാണ്. നല്ല അടിപൊളി പ്രതിമകളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഉണ്ടോ? ഭഗവാന്മാരെല്ലാം അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ NH-ൻ്റെ സൈഡിൽ തന്നെയാണ്. ഇവരിവിടെ വീട്ടിലാണ്. ഇതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഗണപതിയുടെ ഉഗ്രം പ്രതിമയാണ്. ഉണ്ടോ? ഞാൻ വെയിലൊക്കെ കൊണ്ട് ഉണങ്ങി നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജാതിമത ഭേദമന്യേ സകല ദൈവങ്ങളും ഇപ്പോൾ നമുക്ക് റോഡ് സൈഡിലുണ്ട്. തൂണിലും തുരുമ്പിലും എല്ലാമുള്ള ദൈവങ്ങളൊക്കെ വയറ് വിശക്കുന്നവൻ്റെ കൂടെയാണ്. ദാഹിക്കുന്നവന് വെള്ളവും വിശക്കുന്നവന് ആഹാരവും കൊടുക്കുന്നവൻ്റെ കൂടെയാണ് ദൈവം എന്ന് പറയുന്നത് എത്ര സത്യമാണ്. കൽപ്പണിക്കാരൻ്റെ പണി കഴിയുന്നതോടെ ശ്രീകോവിലിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ പണിക്കാരൻ പുറത്താണ് എന്ന് പറഞ്ഞ പോലെയാണ് ദൈവങ്ങളുടെ കാര്യം. ഇതൊക്കെ നമ്മുടെ പൂജാമുറിയിലും അലമാരിയിലും ഷോക്കേഴ്സിലൊക്കെ എത്തുമ്പോൾ അതിൻ്റെ ചൈതന്യവും ഭാവങ്ങളും ഒക്കെ മാറുന്നു. ഒരുപാട് പേരുടെ അന്നത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ എല്ലാവരും